everybody. 2026 re-NEET examination നടക്കാൻ പോവാണ് ജൂൺ 21. ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. And here is NTA with the new instructions. അത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലേക്ക് പുതിയ കുറച്ച് മാനദണ്ഡങ്ങൾ NTA ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. So student friendly measures are introduced for this 2026 NEET examination. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. So let's see what are those student friendly measures from NTA side. അപ്പൊ NTA ഇതിലെ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ടൈം മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ലൈക്ക് വി ഹാവ് എക്സാം ഫ്രം 2 to 5. അതിന്റെ ഇടയിൽ ഇൻവിജിലേറ്റേഴ്സ് വരും. ദർ ആർ സോ മെനി എക്സാമിനേഷൻ ഫോർമാലിറ്റീസ്. അത് നമ്മുടെ സമയത്തെ ബാധിക്കുന്നു, കോൺസെൻട്രേഷനെ ബാധിക്കുന്നു. ആൻഡ് therefore നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ഇതാ NTA എക്സാമിനേഷൻ ടൈം 2 to 5:15 വരെ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ 15 മിനിറ്റ് നമ്മുടെ എക്സാമിനേഷൻ ടൈം കൂട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് വെരി ബിഗ് റിലാക്സേഷൻ ഫോർ ഗൈസ്. നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. സോ അതൊരു NTAയുടെ ഭാഗത്ത് നിന്നുള്ള വളരെ നല്ലൊരു മൂവ് ആണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല 195 മിനിറ്റ്സിലേക്ക് നമ്മുടെ എക്സാമിനേഷൻ സ്ട്രക്ചർ മാറിയിരിക്കുകയാണ്. സോ കുറെ കൂടി ഫെയർ, സെക്യൂർ ആൻഡ് റെസ്പോൺസീവ് ആയിരിക്കുന്ന എക്സാമിനേഷൻ നടത്താൻ NTA എല്ലാ മെഷർമെന്റ്സും എടുക്കും എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് അനദർ പോയിന്റ്, ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടൈമാണ്. രണ്ടാമത്തെ കാര്യം, റഫ് സ്പേസ്, നമുക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ NTA നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ 2 പേപ്പേഴ്സ് ആണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുക. നമ്മുടെ ബുക്ക്ലെറ്റിന്റെ ഏറ്റവും ലാസ്റ്റിലെ 2 പേപ്പേഴ്സ് ആണ് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആവുക. ആൻഡ് ദിസ് ഇയർ ആ പേപ്പേഴ്സിന്റെ എണ്ണം 4 ആക്കി കൂട്ടിയിട്ടുണ്ട്. സോ വി വിൽ ഹാവ് more space to do the works for diagram, formulas, calculations. ഇതിനൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള സ്പേസ് ഇത്തവണ NTA നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക്ലെറ്റിന്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും ഈ റഫ് സ്പേസ് അവൈലബിൾ ആവുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ഏറ്റവും എൻഡിലാണ്. അത് കുറച്ച് ആൾക്കാർക്ക്, എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡഡ് സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മുടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന 2 പേപ്പേഴ്സ് ഫോർ ദി എക്സ്ട്രാ വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ്. അപ്പൊ കുറച്ചുകൂടി ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് കൂടി കംഫർട്ടബിൾ ആയിരിക്കും. സോ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബുക്ക്ലെറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞാൽ ആദ്യത്തെ 2 പേപ്പേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ലാസ്റ്റ് 2 പേപ്പേഴ്സ് അറ്റ് ദി എൻഡും നമുക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിരിക്കും. സോ ദാറ്റ്സ് എ ഗുഡ് മൂവ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് NTA നമ്മുടെ ഈ ഒരു ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടീസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ ഏറ്റവും നല്ല രീതിയിൽ തന്നെ NTA ഈ ഇംപ്രൂവ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് എല്ലാവർക്കും വലിയൊരു റിലാക്സേഷൻ ആയിരിക്കുന്നു പറയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദി അപ്ഡേറ്റ്. കാൻഡിഡേറ്റ്സ് എപ്പോഴും നമ്മുടെ ഹോൾ ടിക്കറ്റിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് എൻഷുർ ചെയ്തിട്ട് മാത്രമേ എക്സാമിനേഷൻ ഹാളിൽ പോകാനും പാടുള്ളൂ. സോ ദിസ് ഇസ് എ ബിഗ് റിലീഫ് ഫോർ us. എനിവേ 2026 re-NEET എക്സാമിനേഷൻ നടക്കാൻ എല്ലാവരും അടിപൊളിയായി സമാധാനമായിട്ട് ഇരുന്ന് എക്സാമിനേഷൻ എഴുതണം. Ultimately, this is not the end. അത് എപ്പോഴും മനസ്സിലാക്കുക. Of course, we have been going through a lot. കുറെ സ്ട്രഗിൾസിലൂടെയും കുറെ രീതിയിൽ നമ്മൾ മാക്സിമം നന്നാക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി there is a re-NEET. നമ്മളത് ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഫോർ ദി സ്റ്റുഡൻസ് who are appearing for re-NEET, just understand this is not final. ഇത് ഒന്നിന്റെയും എൻഡ് അല്ല എന്ന് വിചാരിക്കുക. ആൻഡ് ഏറ്റവും നന്നായിട്ട് സമാധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും എക്സാമിനേഷൻ പോയി വരിക. സോ ഈ 2 അപ്ഡേറ്റുകൾ മനസ്സിലുണ്ടാവുക. Extra papers for the rough work and also 15 minutes extra for your examination. Okay, so hope this helps. Thank you everybody. All the best.